ഗൈസ് ഞാനവിടെ മുതല വറുക്കുകയാണ്. ഇടിച്ചക്കി മുതലയും ചേമ്പും പാടെ കൂട്ടാണ് പേര് വെക്കാൻ പോകുന്നത്. മുതല വറുത്തിട്ട് അതിനകത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മുതല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇടിച്ചക്ക അടുപ്പത്ത് വെക്കാൻ പോകുകയാണ്. ഇടിച്ചക്ക വെക്കുന്നുണ്ട്. അതിൽ ചേമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേമ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ടെടുക്കാൻ പോവുകയാണ്. ഉപ്പ് പാകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുതല അരച്ച് പാരണം. കല്ലുണ്ടോ നമുക്ക് നോക്കണം. മുതല അരച്ച് പാരണം. കല്ലൊന്നുമില്ല. അതിലേക്ക് മുതല പാർന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണം. നമ്മൾ ഇടിച്ചക്കപ്പേരി ഇതേപോലെ ഞങ്ങൾ ആരും വെച്ചിട്ടുണ്ടാവില്ല. ഇടിച്ചക്കി പിന്നെ എന്താ ചേമ്പും മുതലയും പാട് ആരും വെച്ചിട്ടുണ്ടാവില്ല. ഇടിച്ചക്ക മുതലും മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സ്പെഷ്യലാണ്. എല്ലാവരും വേണം വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ വെച്ച് തോന്നിച്ചാൽ ഞാൻ കുക്കർ അടച്ചക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഞാൻ ഒന്ന് സെറ്റായിട്ടാണ് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പുളിഞ്ചാറ് വെക്കാൻ പോകുകയാണ്. തേങ്ങ അരച്ച പുളിഞ്ചാറ്. അതും സ്രാവിൻ്റെ മണ്ടിട്ടാണ് പുളിഞ്ചാറ് വെക്കുന്നത്. അടിപൊളി പുളിഞ്ചാറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൺകുടുക്കലാണ് വെക്കുന്നത്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് എല്ലാവരും ഇതേപോലെ തേങ്ങ അരച്ച പുളിഞ്ചാറ് അത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി കുറച്ച് വെള്ളം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതൊക്കെ വരുന്ന അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കാം. നല്ല തക്കാളി കൊഴുത്ത തക്കാളിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഉച്ചക്കലത്തെ സ്പെഷ്യൽ എന്താ പുളിഞ്ചാറും ഇടിച്ചക്ക ഉപ്പേരിയും ആണ്. അതിൽ ഞാൻ പുളിങ്ങ പാർന്നെടുക്കുന്നുണ്ട്. പുളി തിരുമ്പി പീല് പാർന്നെടുക്കുന്നുണ്ട്. നല്ലോണം തിരുമ്പി എടുത്തു ഇതായിട്ട് അതിൻ്റെ ചാറൊക്കെ ഒന്ന് കിട്ടണം. പാർന്നെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് വേണം. കറിയൊക്കെ വേണ്ടാണ്ട് ഞങ്ങൾ 3-4 പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ പാർന്നെടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ മുളക് പൊടി ഇട്ടെടുക്കാൻ പോവുകയാണ്. മുളക് പൊടി 1.5 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂണും ഒരു ലേശം ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി ഒന്ന് ഞാൻ കത്തിക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടാൻ ആക്കി കൊടുക്കട്ടെ. മുളക് പൊടി തന്നെ ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഇനി ഉപ്പിട്ടെടുക്കാൻ പോകാനായിട്ട് ഉപ്പ് ഇട്ടെടുക്കുകയാണ്. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലേശം കൂടി നമുക്ക് കറി വെച്ച് ലേശം കൂടി പൊളിങ്ങ നല്ലോണം മുറി ചാച്ചാണ്ട് തേങ്ങ ഈ ഒരു മുറി മാത്രമേ അരക്കണുള്ളൂ. നല്ല വലിയ സ്രാവിൻ്റെ മണ്ടയാണ്. വലിയ സ്രാവിൻ്റെ മണ്ടത്താണ് കറി വെക്കുന്നത്. നന്നായി ഒന്ന് അരച്ച് വരട്ടെ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇടിച്ചക്കപ്പേരി ചേമ്പ് മുതല നല്ല സ്രാവിൻ്റെ മണ്ടക്ക് പുളി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം. എല്ലാവരും ഇത് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ബെൽ ബട്ടനും ഒക്കെ അമർത്തിക്കോളി മക്കളെ. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, ഞാൻ നമ്മളെ പുളിഞ്ചാറ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിയിൽ 2-4 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിൽ കുക്കറിൽ ഇടിച്ചേക്കാണ് കുക്കറ. സ്രാവിൻ്റെ മണ്ട എടുക്കുകയാണ്. സ്രാവിൻ്റെ മണ്ട എടുത്തിട്ടുണ്ട്. കറിക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് നല്ല തിളച്ചാൽ സ്രാവിൻ്റെ മണ്ട ഒന്ന് വെന്ത് വരട്ടെ എന്നതാണ് പുളിഞ്ചാറ്. സ്രാവിൻ്റെ മണ്ട എടുത്തിട്ട് അപ്പോഴൊക്കെ നമുക്ക് തേങ്ങ അരക്കാം. തേങ്ങ അരക്കാൻ പോകുകയാണ്. കുറച്ച് വെള്ളം ഞാനിത് പാർന്നിട്ടുണ്ട്. വെള്ളം പാർന്നിട്ടുണ്ട്. കുറച്ച് ഇട്ട് ഇതിന് അരച്ച് വരട്ടെ. സ്രാവിൻ്റെ മണ്ട വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ സ്രാവിൻ്റെ മണ്ടയിൽ നിന്ന് പുളിഞ്ചാറ് വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ തേങ്ങ പാർന്നെടുക്കാൻ പോവുകയാണ്. തേങ്ങ അരച്ച് വന്നിട്ടുണ്ട്. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ
അതിൻ്റെ പാർന്നിട്ടാണ് തേങ്ങ പാർന്നിട്ടാണ് ഞാൻ ചുവറ്റാൻ കുറച്ച് വെള്ളത്തിൽ ചുവയ്ക്കുക. കുറേ വെള്ളം വേണ്ട, അപ്പോൾ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചുകൂടി വെള്ളം തേങ്ങ നമ്മളത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളിഞ്ചാറ് ഇവിടെ ലെവലായിട്ടുണ്ട്. നമ്മുടെ സ്രാവിൻ്റെ മണ്ട പുളി ലെവലായിട്ടുണ്ട്. ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉപ്പൊന്ന് നോക്കിയാക്കട്ടെ. സൂപ്പറാണ്, സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല സൂപ്പർ. വേറൊരു കൂട്ടാനും വേണ്ട. എനിക്ക് വലിയ ഇഷ്ടമാണ് പുളി. ഏത് പുളി എനിക്ക് ഇഷ്ടമാണ്. പുളി കൂടുതൽ ഇഷ്ടം തേങ്ങ അരക്കാത്ത പുളിയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷെ ഇവിടെ എല്ലാവർക്കും തേങ്ങ അരക്കണം, അതുകൊണ്ടാണ് തേങ്ങ അരച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. നമ്മൾ പുളിഞ്ചാറ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓഫാക്കിയത് ഇത് മാങ്ങാണ് ഗ്യാസ് വന്ന്. അപ്പോൾ നമ്മൾ പുളിഞ്ചാറൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കപ്പേരി ലെവലായി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആ ചെയ്യുമ്പോൾ കൂടി ലെവലായി വന്നിട്ടുണ്ട്. അത് ഞാൻ തുറന്നു കൊടുക്കുകയാണ്. സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ഉച്ചക്കപ്പേരി സൂപ്പറായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, നല്ലപോലെ നമുക്ക് ഊറ്റി കളയാം. കേട്ടോ നല്ല വെന്ത് ആ ചേമ്പൊക്കെ ഇങ്ങനെ വെന്തിനാണ്. നല്ല സൂപ്പറായി. നമ്മളിത് തൂമിക്കാൻ പോകാം. ഇതിൻ്റെ കരിഞ്ഞ് തൂമിക്കാൻ പോകാം. ഏകദേശം ഞാൻ വലിയ ചട്ടി വെച്ചിട്ടുണ്ട്. ഇടിച്ചട്ടി ചേമ്പ് തൂമിക്കാൻ പോവുകയാണ്. അതിന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശരിക്കൊന്ന് സപ്പോർട്ട് വേണം. വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഉള്ളി കൊടുക്കാൻ പോവുകയാണ്. ചെറിയുള്ളി, പച്ചമുളക്, ഒരു പച്ചമുളക്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, വരാൻ തൊട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളക്, പച്ചമുളക്, ചെറിയുള്ളി കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് ഞാൻ മഴക്കല്യാളെ എൻ്റെ ചങ്കകളെ ഇതൊക്കെ ഒന്ന് നോക്കി നല്ല ടേസ്റ്റാണ്. ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് നല്ല മൂത്ത് വരട്ടെ. നല്ല മൂത്ത് നല്ലോണം അതിൻ്റെ മണമൊക്കെ ഒന്ന് വരാൻ തുടങ്ങും. പച്ചമുളകി ആ ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ലോണം വെളിച്ചെണ്ണ അങ്ങനെ മൂത്ത് വന്നാൽ അതിൻ്റെ മണം തരും. നല്ല ടേസ്റ്റാണ്. ചോറ് നമ്മൾ തന്നെ ആ പെരി പൊട്ടി കിടക്കും. നല്ല ടേസ്റ്റാണ്. നല്ല പുഞ്ചാറ് ഒക്കെ തുടങ്ങി തരാം. നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഇറക്കില്ല. ഈ മൂത്ത് വന്നോട്ടെ. മൂത്ത് വന്നിട്ട് നല്ല മൂത്ത് വന്നു. നല്ല മൂത്ത് വന്നിട്ട് സെറ്റാക്കാൻ പോകും. മൂത്ത് വരാൻ വേണ്ടിയിട്ടുണ്ട്. കരിവേപ്പിൻ്റെ വേണ്ടതാണ്. അതിൻ്റെ കയ്യിലില്ല, കഴിഞ്ഞിരിക്കണം. അതുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ ടേസ്റ്റാണ്. മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നിട്ട് പച്ചതൊക്കെ വേണ്ട. മൂത്ത് വന്ന ഉള്ളിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പേരി പൊട്ടി കൊടുക്കാൻ പോവുകയാണ്. ഉപ്പേരി ചങ്കളെ ഉപ്പേരി വെക്കുക. വെക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പ്രത്യേക മണം നമ്മൾ നോക്കി ടേസ്റ്റ് തന്നെയാണ്. നല്ല രസമുള്ള മണമാണ് വരുന്നത്. നമ്മളതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ചട്ടി ചൂടാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ചങ്കുകളെ ഒക്കെ കല്യാണ മക്കളെ ഒന്നിങ്ങനെ ആ പുള്ളിയിൽ ഇങ്ങനെ കടന്നിട്ട് അതിൻ്റെ ആ മണമൊക്കെ അങ്ങോട്ട് മൂക്കിൽ കിടക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു വാസന വേറെ ടേസ്റ്റാണ്. ലെവൽ തന്നെയാണ്. ഞാൻ വെള്ളം നല്ലോണം ഒന്ന് വറ്റി വന്നോട്ടെ. വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഉച്ചക്കപ്പേരിയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ടേസ്റ്റ് കണ്ടൊക്കെ നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ടാക്കിയേക്കാം. നല്ല മണമൊക്കെ വന്ന് ആ ചേമ്പിലൊക്കെ കണ്ണ് കുഴമ്പി ഇതായി വന്നിട്ടുണ്ട്. നമ്മളത് ഗ്യാസ് വന്ന് മാങ്ങി വെക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്.